ഉണ്ണിയമ്മേ കുമ്പടി വന്നു. നിങ്ങൾ വിരൽ ചൂണ്ടിയൊന്നും എന്നെ പേടിപ്പിക്കണ്ടാവുക. ഈ വിരൽ ചൂണ്ടലൊന്നും കണ്ട് പേടിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. അത് പാർട്ടി കമ്മിറ്റി പോയി കാണിച്ചാൽ മതി വിരൽ ചൂണ്ടിയാൽ. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. സുഹൃത്തെ, ഞാന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്, അല്ലാതെ തിരക്കഥ എഴുതിയതല്ല. ഞാൻ കഴിഞ്ഞ ഇന്നലെയും ഞാൻ ഇവിടെ വന്ന് വസ്തുനിഷ്ഠമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾക്കൊന്നും ഈ ചെറുപ്പക്കാരന് മറുപടി പറയാൻ കഴിയില്ല. എത്ര വിചാരിച്ചാലും കഴിയില്ല. അങ്ങനെ കഴിയാതെ വരുമ്പം ഇങ്ങനെ ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ കിടന്ന് ഇങ്ങനെ പുലമ്പും. അങ്ങനെ വീണ്ടും വീണ്ടും പുലമ്പുകയാണ്. അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? നേതാവ് ഒരു അല്പനേരം ഒന്ന് നേതാവ്, ഈ കമ്മിറ്റി ഇത് പാർട്ടി കമ്മിറ്റി അല്ലേ? ഇതൊരു ചർച്ചയാണ്. പാർട്ടി കമ്മിറ്റിയിൽ പിന്നെ നേതാവ് പറഞ്ഞാൽ പിന്നെ പഞ്ചപുച്ഛമടക്കും. അങ്ങനെയൊന്നും ഇവിടെ ആരും പഞ്ചപുച്ഛമടക്കുമൊന്നുമില്ല. ഇത് പാർട്ടി കമ്മിറ്റി അല്ലേത്, ഇതൊരു ചാനലിലെ ഒരു ചർച്ചയാണ്. ഇനി ഇവിടെ നേതാവ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്നു. അല്ല, ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്നു. ഇനി ഇത്രയേരം ഒന്നും മിണ്ടായിരുന്നേ. ഇത്രയേറെ ചെറുപ്പക്കാരനല്ലേ, ഇനി ഒരുപാട് കാലം ഈ ലോകത്ത് ജീവിക്കാനുള്ളല്ലേ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇത്തിരി നേരം ഒന്ന് സഹിഷ്ണുതയൊക്കെ ഒന്ന് കാണിച്ചേ. SFI-കാരിൽ SFI നേതാവൊക്കെ ആകുമ്പോൾ അതൊക്കെ ഇത്തിരി കുറവായിരിക്കും. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. കാരണം അടിച്ചും ഇടിച്ചും പിന്നെ അടിച്ചമർത്തിയൊക്കെ അല്ലേ ശീലിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്തിരി പ്രയാസം വരും. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് പക്ഷെ അത് ഒരല്പനേരം ഒന്നും മിണ്ടായിരുന്നേ നോക്കട്ടെ. അല്ല, ഒരല്പനേരം മിണ്ടാതിരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അല്ല, ഒരല്പനേരം ഒന്നും അല്ല, കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ഞാൻ നിങ്ങൾ നേതാവ് പറഞ്ഞപ്പോ ഞാൻ വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, എന്റെ നേതാവേ, ഞാൻ പറഞ്ഞു കഴിയുമ്പോ പറഞ്ഞോ? അതെ, ഇടഞ്ഞ ഞാൻ കൊമ്പനാ, കൊമ്പൻ ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. അല്ല, ഞാൻ പറഞ്ഞു കഴിയുമ്പോ പറഞ്ഞോ? കഷ്ടം തന്നെ. ഇതാണ് SFI നേതാക്കന്മാരുടെ തനി രൂപ. ഇതാണ് നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അവർക്ക് ക്ഷമയെന്ന് പറഞ്ഞ സാധനം ഇല്ല. കോളേജിലായിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ പോലെ വല്ലവരും പറഞ്ഞിരുന്നെങ്കിൽ ഇതൊരു നടക്ക് പോണ മാതിരില്ല. അവന്റെ 32 പല്ലു അടിച്ച് താഴെ കളഞ്ഞേനെ നിങ്ങൾ. കോളേജിലായിരുന്നെങ്കിൽ. ഈ ചാനൽ ചർച്ചയായതുകൊണ്ട് നിങ്ങൾക്കത് പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സാഹചര്യ തെളിവുകളിൽ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ഒരുപാട് പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ 2 മുതൽ 3 വരെ ദിവസം പ്രായമുള്ള ഉറക്കം വരുന്നു പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ്. നേതാവേ, എങ്ങനെയാണ് ഈ മരിച്ചുപോയ ചെറുക്കന്റെ ശരീരത്തിൽ ഇത്ര മുറിവുകൾ ഉണ്ടായത്? നേതാവേ, ഒന്ന് പറഞ്ഞേ. പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെത്താനെ അയാൾ കിടന്ന് മാന്തി പരിക്കുണ്ടാക്കിയതാണോ? ആണോ? ആ പരിക്കിന് ബെൽറ്റ് കൊണ്ടും വയർ കൊണ്ടും ഒക്കെ അടിച്ചത് നിങ്ങളുടെയൊക്കെ നേതാക്കന്മാർ പിള്ളേരല്ലേ അവിടത്തെ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്നിട്ട് 18-ാം തീയതി ആ ചെറുപ്പക്കാരൻ മരിച്ചിട്ട് ഈ മാർച്ച് 2-നല്ലേ നേതാവേ ഈ പ്രതികളെ കണ്ടുപിടിച്ചത്? അതിനു മുമ്പ് ആരുടെ ചിറകിനടിയിലായിരുന്നു നേതാവേ ആ പിള്ളേര്? നിങ്ങളുടെ ഈ BJPയുടെ പ്രതി പറഞ്ഞ ഗഗാറിന്റെയും ശശീന്ദ്രന്റെയും ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കലായിരുന്നോ ആ കൊലപാതകികളെ? അയ്യോ, എനിക്കിപ്പോ ബോധം പോകും.
ആ കൊലപാതകികളെ അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നോ? ഒരു പാവപ്പെട്ട ഞാനെന്നാ ആ പയ്യന്റെ അച്ഛനെ പോയി ഞാൻ കണ്ടിരുന്നു. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. നിങ്ങൾക്കൊണ്ടൊരച്ഛൻ ഓർത്തോണം. നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ അച്ഛൻ ഇരുന്ന് ദുഃഖിക്കും. ആ ദുഃഖം ആ പ്രകാശനും പ്രകാശന്റെ ഭാര്യ ഷീജയും അനുഭവിക്കുന്നത് നേരിട്ട് കണ്ട മനുഷ്യനാണ് ഞാൻ. ഷീബ എന്ന് പറഞ്ഞ ആ സ്ത്രീ ഉണ്ടല്ലോ, ആ ആ ആ പിന്നെ സിദ്ധാർത്ഥന്റെ അമ്മ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ആ സിദ്ധാർത്ഥന്റെ അമ്മയുടെ മുഖത്ത് ഇന്നൊരു വികാരവുമില്ല. അറിയാവോ നേതാവേ നിങ്ങൾക്ക്? നിങ്ങൾ മലന്നിരുന്നുകൊണ്ട് വലിയ ആന കാര്യം പറയുന്നുണ്ടല്ലോ. അവിടെ ഒരു ചെറുക്കനെ തല്ലിക്കൊന്നിട്ട് അവരുടെ മുഖത്തൊരു വികാരവും ഇല്ല. എൻ്റെ മുമ്പിൽ ഒരു വികാരവും ഇല്ലാതിരിക്കുകയാണ് ആ സ്ത്രീ. കാരണം ആ സ്ത്രീയുടെ മകനെ 3 ദിവസം നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? വെള്ളം പോലും കൊടുക്കാതെ കൊന്ന കാട്ടാളന്മാരാണ് നിങ്ങൾ. കാട്ടാള നിങ്ങൾ വിരൽ ചൂണ്ടിയൊന്നും എന്നെ പേടിപ്പിക്കണ്ടാവുക. ഈ വിരൽ ചൂണ്ടലൊന്നും കണ്ട് പേടിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. അത് പാർട്ടി കമ്മിറ്റി പോയി കാണിച്ചാൽ മതി വിരൽ ചൂണ്ടിയാൽ. മനസ്സിലായോ? ഇവിടെ ചാനൽ ചർച്ചയിലൊന്നും വന്ന് ചെറുപ്പക്കാരാ. എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിങ്ങളുടെ അച്ഛന്റെ പ്രായമുണ്ട്, എനിക്കറിയാമോ? ആ നിങ്ങൾ വന്ന് നിങ്ങൾ ആരെയാ നിങ്ങൾ പേടിപ്പിക്കുന്നത്? നിങ്ങൾ ആരെയായി പേടിപ്പിക്കുന്നത്? മാന്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാന്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പാർട്ടി കമ്മിറ്റി അല്ല. പാർട്ടി കമ്മിറ്റി പോയി പറഞ്ഞാൽ മതി. ഇതൊരു ചാനൽ ചർച്ചയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അല്ല, ഇത് SFIയുടെ വിചാരണ കോടതിയല്ല. ഇത് SFIയുടെ വിചാരണ കോടതിയല്ല. അതൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. അതൊക്കെ നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി പോയി പറഞ്ഞാൽ മതി. മിണ്ടണ്ട, തെറി വിളിച്ച് തൊണ്ടാടുമ്പോ അവര് വിക്സ് വാങ്ങാൻ പോയിക്കോളും. അപ്പൊ നമുക്ക് മുങ്ങാം. കൈ ചൂണ്ടുകയൊന്നും വേണ്ട. കൈ മടക്കി വെക്കവിടെ. കൈ മടക്കി വെക്ക്. കൈ ചൂണ്ടി പോയി SFI പിള്ളേരുടെ അടുത്ത് കാണിച്ചാൽ മതി. മനസ്സിലായോ? അഹങ്കാരം, ധാർഷ്ട്യം, താൻ പ്രമാണിത്വം, അഹങ്കാരം കാണിക്കുക. അഹങ്കാരം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? മനസ്സിലായില്ലേ? ആ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമല്ല, മാന്യമായിട്ടുള്ള ഭാഷയിൽ സംസ്കാര സമ്പന്നമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് വലിയ ആളാകുന്നു. ഒരാളെ തല്ലിക്കൊന്നിട്ട്, ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നിട്ട്, ഒരു ചെറുപ്പക്കാരനെ 3 ദിവസം പോലും ഭക്ഷണം കൊടുക്കാതെ തല്ലിക്കൊന്നിട്ട് വലിയ ആളാവുന്നു. നിങ്ങള് കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, വലിയ ആരുടെ നിങ്ങൾ ആളാവുന്നത്? ഇത് SFIയുടെ കുറെ പിള്ളേരെടുത്ത് പോയി ആളാവും നിങ്ങൾ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോകുന്നു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.